ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗിലേക്ക് ആദ്യം പോകാം. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി 1999 സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്ട്രറും മഹസറും. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞത് 1999 മെയ് 4-നാണ്. 99 മാർച്ച് 27-ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ചാണ് സ്വർണം പൊതിഞ്ഞത്. എന്നാൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വീണ്ടും സ്വർണം പൂശാൻ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി നൽകിയ രേഖകളിലൂടെയാണ് സ്ഥിരീകരണം. ഇതോടെ ചെമ്പ് ആണ് ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിയുന്നു. വളരെ ഗൗരവമുള്ള ഈ വാർത്തയുടെ വിവരങ്ങൾ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. പ്രജിത്, ഈ 99 ഈ ദ്വാരപാലക ശില്പങ്ങളിലെല്ലാം സ്വർണം പൂശിയിരുന്നു. വിജയ് മല്യ അന്ന് ഈ ശബരിമല ശ്രീകോവിൽ പൂർണ്ണമായി സ്വർണം പൂശുകയാണ് ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ്. ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് തന്നെ നൽകിയിരിക്കുന്ന രേഖകളാണല്ലോ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദമുഖങ്ങൾ ഓരോന്നായി പൊളിയുകയല്ലേ? ഗൗതം, അതിൽ ഒരു വിഷയം എടുത്തു പറയേണ്ടത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാളും ഈ സ്വർണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡിനുള്ള ചില പങ്കുകൾക്കുള്ള സംശയങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, 1999 മാർച്ച് 27-ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. 27-ന് പുറത്തിറങ്ങിയിരിക്കുന്ന ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് ദ്വാരപാലക ശില്പത്തിൽ 1999 മെയ് 4-ന് സ്വർണം പൊതിഞ്ഞു എന്നുള്ളത് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഹൈക്കോടതി കൃത്യമായി 99-ലെ സ്വർണം പൂശിയതിനുള്ള ദേവസ്വം രജിസ്റ്ററും മഹസറും അടക്കം അന്നിറങ്ങിയ ഉത്തരവുകളുടെ നമ്പറുകളടക്കം കൃത്യമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിൽ ഇത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അതേ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് സ്വർണം പൂശാനാണെന്നും ഹൈക്കോടതി അന്ന് 2019-ലെ മഹസറുകൾ അനുസരിച്ചും ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകമുള്ളത്, അന്ന് 2019 കാലഘട്ടത്തിൽ ദേവസ്വം തിരുവാഭരണം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും ശബരിമല ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അടക്കമുള്ളവർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഒക്കെ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ സ്വർണം പൊതിഞ്ഞ കോപ്പർ പ്ലേറ്റുകൾ, അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ ഇളക്കിയിട്ടുണ്ട് എന്നുള്ളത് മഹസറിൽ കൃത്യമായി കോടതി ഉണ്ട് എന്നുള്ള കാര്യം കോടതി എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലെ 5-ാമത്തെ പോയിൻ്റായി അതേ മഹസറിൽ തന്നെ പറയുന്നു, 12 കോപ്പർ പ്ലേറ്റുകൾ, അത് കോടതി ഇൻവെർട്ടർ കോമയിലാണ് ഇട്ടിരിക്കുന്നത്. കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത് അതൊരു വൈരുദ്ധ്യം ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചെമ്പ് പാളികൾ 7-ാമത്തെ റെസ്പോണ്ടൻ്റായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളൊരു പരാമർശം കൂടി അതിലുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ സ്വർണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ നടപടികളിലെ ദുരൂഹത തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. 99-ൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി പൊതിഞ്ഞ അതേ ദ്വാരപാലക ശില്പത്തിൻ്റെ ആ സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഇളക്കി മാറ്റിയത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എന്നുള്ള കാര്യം കോടതി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ നഷ്ടമായ സ്വർണത്തിന് ആരുത്തരവാദി എന്നുള്ളതിലാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഓരോ ദിവസവും ദേവസ്വം ബോർഡ് അധികൃതരുടെ അടക്കം മറുപടികളിൽ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾ സ്വർണം കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യിലല്ല എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ അവർ പറയുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൊണ്ടുപോകുന്ന സ്വർണത്തിൻ്റെ അടക്കം അളവിലടക്കം പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അധികൃതർ എന്നുള്ളൊരു പ്രശ്നവും ഇപ്പോൾ വരുന്നുണ്ട്. അല്പം മുമ്പ് മാധ്യമങ്ങളോടൊക്കെ ക്ഷുഭിതനായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വാർത്താ സമ്മേളനമൊക്കെ അവസാനിപ്പിച്ചത്. അദ്ദേഹം പല രീതിയിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് കൃത്യമായാണ്, അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം കൊടുത്ത് വിടുകയല്ല തങ്ങൾ ചെയ്തത്, 12 പാളികൾ മാത്രമാണ് കൊണ്ടുപോകേണ്ടി വന്നത് എന്നൊക്കെ എന്താണ് പറയുന്നതെന്ന് ദേവസ്വം ബോർഡ് പോലും പ്രസിഡന്റ് പോലും ഒരു കൃത്യതയും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ സ്വർണം നഷ്ടമായ കാര്യത്തിൽ ആർക്കും ഒരു കൃത്യതയില്ല, ആർക്കും ഒരു മറുപടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും 98-ൽ ശബരിമലയിൽ പതിപ്പിച്ചത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് പോലും സംശയമില്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് എന്താണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനി ദേവസ്വം ബോർഡ് തരേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു മറുപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ഗൗതം, അതുതന്നെയാണ് പ്രജിത്ത്. അതായത് ഈ 99-ന് ശേഷം
2019 വരെയുള്ള കാലയളവിൽ അവിടെ നിന്നും സ്വർണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇനിയും ഒരു സംശയത്തിൻ്റെ കാര്യമില്ല. കാരണം ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഈ കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഒരു വ്യക്തത നൽകുന്നില്ല എന്ന് മാത്രമല്ല, മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ആക്രോശിക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉത്തരം നൽകാതെ വളരെ പ്രകോപിതനായി തിരിഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ ദുരൂഹത ഇതിലുണ്ടായിരിക്കുന്നു, ഒടുവിൽ പെടുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണെന്ന് തോന്നുന്നു ദേവസ്വം പ്രസിഡന്റൊക്കെ. അതെ അതെ, കൃത്യമാണ് ഗൗതം. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യം പറയുന്നു 12 സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആണ് കൊണ്ടുപോയത്, ഞങ്ങൾ സ്വർണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയല്ല ചെയ്തത് എന്നൊക്കെയുള്ള പുതിയൊരു വാചകമൊക്കെ അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. അതൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നുള്ളതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തത നൽകാൻ കഴിയുന്നില്ല. കാരണം ആദ്യഘട്ടം പറഞ്ഞു സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടു എന്നുള്ളത്, പിന്നീട് പറയുന്നു 12 പാളികൾ കൊടുത്തുവിട്ടു. എന്ത് പാളി എന്നുള്ള ചോദ്യത്തിന് അവിടെ മറുപടിയില്ല. അപ്പോൾ വീണ്ടും സ്വർണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിടുകയല്ല തങ്ങൾ ചെയ്തതെന്നുള്ള വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ആകെ മൊത്തം അവ്യക്തതയാണ് ഗൗതം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ സ്വർണം എന്ന് പറയുന്നത് ഈ ചെന്നൈയിൽ അതായത് സ്വർണ്ണപ്പാളികളിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയ പാളികൾ ഏതാണെങ്കിലും ശരി അതിൽ പൂശുവാൻ കൊണ്ടുപോയിട്ടുള്ള ചെറിയ അളവ് സ്വർണത്തിൻ്റെ കാര്യം മാത്രമാണ് ഇന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ 99 വിജയ് മല്യ വഴിപാടായി സമർപ്പിച്ച ശബരിമലയിൽ പതിപ്പിച്ച് നൽകിയ അത് ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ച് നൽകിയ സ്വർണ്ണപ്പാളികൾ എവിടെയെന്നുള്ള കാര്യത്തിലല്ല ദേവസ്വം ബോർഡ് ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പകരം ഈ ചെന്നൈയിൽ കൊണ്ടുപോയി അവിടെ പൂശാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഈ പുതുതായി പൂശിയ സ്വർണത്തെക്കുറിച്ച് മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോഴും സംസാരിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ കൃത്യമായി പഴയ സ്വർണത്തെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടിയിരിക്കുന്നു. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അല്പം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാധ്യമങ്ങൾ എത്തിയപ്പോഴാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ജനൻ TV ഒരു ഉത്തരവ് പുറത്തുവിട്ടിരുന്നു. ഈ ശബരിമലയിലെ സ്വർണം പോയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ക്രമക്കേടിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ ചെമ്പ് പാളികൾ കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വർണം മാറ്റി, ശബരിമലയിലെ സ്വർണം മാറ്റി പകരം ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ള ആരോപണം കുറച്ചുകൂടി ശരിവയ്ക്കുന്ന തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിൻ്റെ ഈ ഉത്തരവും അന്നത്തെ 2019 മഹസറിലുള്ള വൈരുദ്ധ്യവുമാണ് ആയുധമാക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂർണ്ണമായും ഉത്തരവാദിത്തം മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ തലയിലിട്ട് കൈ കഴുകുന്ന ഒരു ശ്രമം കൂടി ഇതിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തനിക്ക് തന്ന ഉത്തരവിൽ, അതായത് അന്ന് സ്വർണം ഈ പറയുന്ന പാളികൾ കൊണ്ടുപോകാനുള്ള ഉത്തരവിലും അതോടൊപ്പം തന്നെ അന്നത്തെ മഹസറിലുമുള്ളത് ചെമ്പെന്നാണ് പറയുന്നത്. തനിക്ക് തന്നിരിക്കുന്നത് ചെമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടമായെന്ന് പറയുന്ന സ്വർണത്തെക്കുറിച്ച് താൻ മറുപടി പറയേണ്ടതില്ല. ചിലപ്പോൾ സ്വർണം വല്ലാതെ നഷ്ടമായിരിക്കാം, തനിക്കത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വർണത്തെക്കുറിച്ച് അതുകൊണ്ട് മറുപടി പറയേണ്ട ആവശ്യവുമില്ല എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്ന ഉത്തരവ് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണ നഷ്ടമായതിനെക്കുറിച്ചുള്ള ഏറ്റവും നിർണായക തെളിവായി കഴിഞ്ഞ ദിവസം ജനൻ TV പുറത്തുവിട്ടത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൻ്റെ തലയിൽ ഈ വിഷയങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലിട്ട് ഈ വിഷയം കൈകഴുകാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയതാണ്. ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയും പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാരനെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നത് തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രതികരണത്തോടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ, അതായത് പണ്ട് വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ച ആ സ്വർണ്ണപ്പാളികൾ അത് നഷ്ടമായതിൽ തനിക്കൊരു ഉത്തരവും പറയേണ്ട ആവശ്യമില്ല. പകരം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവിലും അന്നുണ്ടായിരുന്ന മഹസർ റിപ്പോർട്ടിലുമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അപ്പോൾ
കൃത്യമായി ശബരിമലയിലെ സ്വർണം നഷ്ടമായതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ദേവസ്വം ബോർഡിലേക്കും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിലേക്കും വന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ശബരിമലയിലെ പല വസ്തുവകകളും ഇത്തരത്തിൽ പ്രദർശന വസ്തുവാക്കിയതും ശബരിമലയെ ചൊല്ലി നടത്തിയ പണപ്പിരിവുകളുമൊക്കെ അവിടെ നിൽക്കുമ്പോഴും സ്വർണം നഷ്ടമായതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലേക്ക് വന്നു വീഴുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൗതം, ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി 1999 സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്ട്രറും മഹസറും. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞത് 99 മെയ് മാസം 4-നാണ്. 99 മാർച്ച് 27-ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് അനുസരിച്ച് സ്വർണം പൊതിയുകയായിരുന്നു. അതിനാൽ തന്നെ തനിക്ക് ലഭിച്ചത് ചെമ്പാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം പൊളിയുന്നു. ഒപ്പം ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രതിക്കൂട്ടിലേക്ക് നീങ്ങുകയാണ്. കാരണം ദേവസ്വം ബോർഡും ഈ സ്വർണം പൊതിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നൽകാതെ അത് ചെമ്പുപാളികളാണ് എന്ന നിലപാടാണ് പരസ്യമായി സ്വീകരിച്ചത്. ഇതിനെല്ലാം വലിയ തിരിച്ചടി നൽകുന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ബ്രേക്കിംഗ് പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ്.